കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിധിയിലായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമുക്കിന്ന് രാത്രിയിലും ദൈവവചനത്തിന് മുമ്പാകെ കടന്നു വരുവാൻ കർത്താവ് നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിലേക്ക് നമുക്കിന്ന് രാത്രിയിൽ കടന്നു വരാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ച തിരുവെഴുത്ത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം എപ്രകാരം പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് യെരുശലേമിൽ നിന്നും ശമരിയിൽ നിന്നുമൊക്കെ അപ്പുറത്തായി ജാതികളിലേക്ക് എങ്ങനെ ദൈവത്തിൻ്റെ വചനം ശക്തിയോടെ പരന്നു എന്നുള്ളതിൻ്റെ ഒരു ചരിത്രമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചു വന്നത്. അതിൽ 11-ാം അധ്യായം പ്രത്യേകമായി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശാലമായ ദൈവത്തിൻ്റെ വചനം വിശാലമായ നിലയിൽ ജാതികളിലേക്ക് ഓരോ സ്ഥലങ്ങൾ തോറും കടന്നുപോയി സുവിശേഷം അറിയിക്കുന്ന ദൈവദാസന്മാരുടെ യാത്രകളെക്കുറിച്ചുള്ള പൗലോസിൻ്റെ നേതൃത്വത്തിലുള്ള യാത്രയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ അതിനു മുമ്പ് 2 പ്രധാന സംഭവങ്ങളെക്കുറിച്ച് ലൂക്കോസ് ഈ 11-ാം അധ്യായത്തിലും 12-ാം അധ്യായത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്ന 2 സംഭവങ്ങൾ. അതിലൊന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിപ്പാനിടയായത്. അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ ജാതികളോടുള്ള ബന്ധത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ചിതറിപ്പോയവർ എങ്ങനെ അവർ കർത്താവിന് വേണ്ടി സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചു. അതൊരു ചെറിയ സംഭവം എന്ന് തോന്നിയാലും അതിലെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ സന്ദേശം, അവരുടെ പലരുടെയും പേരുകൾ അവിടെ പറയപ്പെട്ടില്ലെങ്കിലും ആ പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വചനം എത്തിക്കുവാൻ ദൈവം അവരെ ഉപയോഗിച്ചു എന്നുള്ള ഒരു പ്രധാന സന്ദേശം അതിനകത്തുണ്ട്. അതുകൂടാതെ ബർണ്ണബാസിനെക്കുറിച്ചും നമുക്ക് ചില നല്ല ചിന്തകൾ ആ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ധ്യാനിപ്പാനിടയായി. ശൗലിനെ തിരയാനായിട്ട് പോയ ബർണ്ണബാസിനെ കുറിച്ചുള്ള ഒരു സൂചന നമുക്ക് ആദ്യമായിട്ട് ലഭിക്കുന്നത് ആ 11-ാം അധ്യായത്തിൽ നിന്നാണ്. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകൾ ആ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങളിൽ നമ്മൾ കണ്ടത് ആദിമസഭ അവരുടെ സുവിശേഷീകരണത്തോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിനും അവരൊരുപോലെ പ്രാധാന്യം നൽകിയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയും നമുക്ക് അതിൻ്റെ അവസാന 11-ാം അധ്യായത്തിൻ്റെ അവസാന 4 വാക്യങ്ങളിൽ നമ്മളതാണ് കാണുന്നത്. ഒരു പക്ഷിയുടെ 2 ചിറകെന്നതുപോലെ സുവിശേഷീകരണവും അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അവർ തുടർന്നിരുന്നു എന്ന് കാണുവാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലെ അതേ കാര്യം തന്നെ അവർ പിന്നെയും സഭയായി ചെയ്തു വന്നിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടെയാണ് അതിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങളിൽ യഹൂദിയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായിട്ട് ആ ക്ഷാമകാലത്ത് അവരെ സഹായിച്ച ഒരു ചരിത്രം കൂടെ പറഞ്ഞാണ് 11-ാം അധ്യായം അവസാനിപ്പിച്ചത്. ഇന്ന് രാത്രി നമ്മൾ 12-ാം അധ്യായത്തിലേക്ക് വരികയാണ്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം ഇതുവരെ നമ്മൾ ചിന്തിച്ചു വന്ന ഭാഗങ്ങളിലെല്ലാം പത്രോസ് ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ നമുക്ക് പത്രോസിനെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ പത്രോസിൻ്റെ ചരിത്രം നമുക്ക് ലൂക്കോസിൻ്റെ ചരിത്ര വിവരണത്തിൽ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന ഒരധ്യായം ഈ 12-ാം അധ്യായമാണ് ചരിത്ര സംഭവമായിട്ട് ബന്ധപ്പെട്ട്. എന്നാൽ പിന്നീട് 15-ാം അധ്യായത്തിലും നമ്മൾ പത്രോസിനെ കാണുന്നുണ്ട്. എന്നാൽ അത് ചുരുക്കമായി മാത്രമേ ഉള്ളൂ. എന്നാൽ തുടർന്നുള്ള അധ്യായങ്ങളിൽ പ്രധാനമായും പൗലോസിൻ്റെ നേതൃത്വത്തിലുള്ള മിഷണറി യാത്രകളുടെ ഒരു വലിയ ചരിത്രമാണ് 13-ാം അധ്യായം തൊട്ട് നമ്മൾ വായിക്കുന്നത്. ഈ 12-ാം അധ്യായം എല്ലാം കൊണ്ടും വളരെ നമുക്ക് ചിന്തനീയമായൊരു അധ്യായമാണ്. ഹെരോദാവ് രാജാവിൻ്റെ കാലത്ത് നടന്ന ഒരു ക്രൂരമായ ദൈവസഭയ്ക്ക് നേരെ നടന്ന ക്രൂരമായ ഒരു പ്രതികൂല സാഹചര്യത്തെ എങ്ങനെ ദൈവസഭ അതിജീവിച്ചു എന്നുള്ളതിൻ്റെ നല്ല ഒരു ഉദാഹരണമാണ് ഈ 12-ാം അധ്യായം. എല്ലാ കാലത്തും നമുക്കറിയാം ദൈവസഭയ്ക്ക് ഇതര മതവിഭാഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ നിന്നോ ഒക്കെ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിലുള്ള ദൈവീയ ഇടപെടൽ എങ്ങനെയാണ്, ദൈവം എന്താണ് അവിടെ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ വചനം എപ്പോഴും നമുക്ക് ഒരു മാർഗദർശിയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ 12-ാം അധ്യായത്തിൽ അതുകൊണ്ടാകാം ലൂക്കോസ് വളരെ വിശദമായി അന്നുണ്ടായിരുന്ന ഒരു പ്രതികൂല സാഹചര്യത്തെ വ്യക്തമാക്കുവാനായിട്ടൊരു അധ്യായത്തിൽ മുഴുവനും ആ കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്കറിയാവുന്ന സംഭവമായതുകൊണ്ട് വിശദമായി ആ വാക്യങ്ങളിലേക്ക് നമുക്ക് വായിപ്പാൻ സമയമെടുക്കുന്നില്ല. എന്നാൽ നമുക്കറിയാം ആ കാലത്ത് ഹെരോദാ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ പഠിക്കുകയും ലൂക്കോസിൻ്റെ എഴുത്തായ അപ്പോസ്തല പ്രവൃത്തികൾ ചേർത്ത് പഠിക്കുകയും ചെയ്യുമ്പോൾ സമയത്തെക്കുറിച്ചുള്ള സൂചനകൾ ആ കാലഘട്ടത്തെ മനസ്സിലാക്കുവാനായിട്ട് ചില പദങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
നമുക്കറിയാം പഴയ നിയമ പുസ്തകങ്ങളിൽ ഒരു സംഭവം എന്നാണ് നടന്നതെന്നറിയാനായിട്ട് അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു രീതി എന്ന് പറയുന്നത് രാജാക്കന്മാർ വാണ സമയം, അല്ലെങ്കിൽ രാജാക്കന്മാരുടെ മരണമോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രധാനപ്പെട്ട ജനനങ്ങളോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ഓർമ്മിപ്പിച്ചാണ് സംഭവങ്ങൾ വിവരിക്കുന്നത്. അങ്ങനെയാണ് പഴയ നിയമത്തിൽ പല ഡേറ്റും നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇവിടെയും അതുപോലെയുള്ളൊരു സൂചന, ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ, ആ കാലത്ത് എന്നാണ്. എന്നാൽ ഇതിനു മുമ്പുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ 10, 11, 12 ഈ 3 അധ്യായങ്ങളിലെ കാലഘട്ടം, സമയം ഏതാണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് പെട്ടെന്ന് സാധിക്കുന്നില്ല. ഈ 11-ാം അധ്യായം തൊട്ട് അല്ലെങ്കിൽ 10-ാം അധ്യായത്തിൽ നടന്ന സംഭവവും 12-ാം അധ്യായത്തിലെ സംഭവവും തമ്മിലുള്ള ഒരു ഏകദേശ സമയക്കണക്കിനെ കുറിച്ച് പല അഭിപ്രായങ്ങൾ വേദചിന്തകന്മാരുടെ ഇടയിലുണ്ട്. ലൂക്കോസ് ഒരു പക്ഷേ ഒരു ക്ലിയറായിട്ടൊരു വിവരണം അവിടെ തരുന്നില്ല. ആ കാലത്ത് എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ഒരു പക്ഷേ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഹെരോദ രാജാവിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഹെരോദ രാജാവ് എന്നവിടെ പറഞ്ഞിരിക്കുന്നത് ഹെരോദ അഗ്രിപ്പ 1 എന്ന് പറയുന്ന രാജാവിനെ കുറിച്ചാണ്. അത് ഹെരോദ് ദ ഗ്രേറ്റ്, മഹാനായ ഹെരോദ രാജാവിൻ്റെ കൊച്ചുമകനാണ് ഈ ഹെരോദ അഗ്രിപ്പ രാജാവ് 1-ാമൻ്റെയാണ് ചരിത്രമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഹെരോദ അഗ്രിപ്പ 1-ാമൻ്റെ കാലഘട്ടത്തിൽ സഭയ്ക്കെതിരെ ഒരു വലിയ പീഡനം നേരിടുകയാണ്. ഇത് ആരംഭമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ആവർത്തിച്ച് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. 2-ാം അധ്യായത്തിൽ ദൈവസഭയുടെ രൂപീകരണത്തോട് അല്ലെങ്കിൽ പെന്തക്കോസ്ത് നാളിനോട് ശേഷം സഭയ്ക്ക് നടന്ന പീഡനങ്ങളെക്കുറിച്ച് നമ്മൾ മുമ്പുള്ള വേദഭാഗങ്ങളിലും കണ്ടു. എന്നാൽ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുകയും ദൈവത്തിൻ്റെ വചനം ശക്തിയോടെ വ്യാപിക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രമാണല്ലോ നമ്മൾ പഠിച്ചു വരുന്നത്. ഇവിടെ വീണ്ടും അത് ആവർത്തിക്കപ്പെടുന്നു. ദൈവസഭയ്ക്ക് എതിരായിട്ട് ഹെരോദ രാജാവ് എന്ന് പറയുമ്പോൾ റോമൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഗവർണറായിട്ട് അല്ലെങ്കിൽ ആ പാലസ്തീൻ നാട് മുഴുവനും അധീനയിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അധികാരിയായി ജീവിക്കുന്ന ഹെരോദ രാജാവ് ഒരുപക്ഷെ യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കാനായിട്ട്, നമുക്കറിയാവുന്നുണ്ടായിരുന്ന മൈനോറിറ്റിയായ ക്രിസ്തീയ വിഭാഗം നിശ്ചയമായിട്ട് യഹൂദന്മാർക്ക് അവരോട് വിരോധമുണ്ട്. അപ്പോൾ യഹൂദന്മാരെ പ്രീതിപ്പെടുത്തി നിർത്തണം, അതോടൊപ്പം തന്നെ ദേശത്ത് സമാധാനം ഉണ്ടായിരിക്കണം. ഹെരോദാവിന് സപ്പോർട്ട് ലഭിക്കുവാൻ വേണ്ടിയും കൂടെയാണ്, രാഷ്ട്രീയ താല്പര്യത്തോടുകൂടെ ചെയ്ത ഒരു പ്രവൃത്തിയായിട്ടാണ് നമുക്ക് ആ വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ. ദേശത്തെ സമാധാനം നിലനിർത്തേണ്ടതിനും യഹൂദന്മാരുടെ പ്രീതിക്കായിട്ടുമാണ് ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുവാനായിട്ട് അദ്ദേഹം കൈനീട്ടിയത് എന്ന് നമ്മൾ ആ ഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മറ്റൊന്ന്, ഈ ഹെരോദ രാജാവ്, ഞാൻ പറഞ്ഞു മഹാനായ ഹെരോദ രാജാവിൻ്റെ കൊച്ചുമകനാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഹെരോദ് അന്തിപ്പാസ് എന്ന് പറയുന്ന ഒരു ബന്ധം നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമ്പോൾ യേശുവിനെക്കുറിച്ചും അവൻ്റെ ശിഷ്യന്മാരെക്കുറിച്ചും ഈ ഹെരോദാവിന് അറിവുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയും ഈ ഹെരോദാവിന് ഈ 12-ാം അധ്യായത്തിൽ പറയുന്ന ഹെരോദ അഗ്രിപ്പയ്ക്ക് യേശുവിനെക്കുറിച്ച് അറിയാമായിരുന്നു എന്നുള്ള കാര്യം കൂടെ നാം മനസ്സിലാക്കണം. അല്ലെങ്കിൽ അവൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് അറിവുള്ളവനായിരുന്നു. ലൂക്കോസ് 23-7 മുതൽ ചിലരുടെ വാക്യങ്ങളോടെ അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് തൻ്റെ ഈ പറയുന്ന ഹെരോദ് അന്തിപ്പാസാണ്. ഹെരോദ് അന്തിപ്പാസ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ പറയുന്ന ഹെരോദാവിൻ്റെ അങ്കിളായിട്ട് വരും. അങ്ങനെ ഇവർ തമ്മിലുള്ള ബന്ധമുണ്ട്. അങ്ങനെയാണ് ഈ യേശുവിനെക്കുറിച്ചും ശിഷ്യന്മാരെക്കുറിച്ചുമുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ ഇവർക്ക് ലഭിച്ചത് എന്നുള്ളതാണ് നമുക്ക് ചരിത്ര സംഭവമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം. അപ്പോൾ ഈ ഹെരോദാവ് 12-ാം അധ്യായത്തിൽ പറയുന്നു, സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് അവൻ കൈനീട്ടുകയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി തുനിയുകയാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞു. യഹൂദന്മാരെ പ്രീതിപ്പെടുത്തണം, അതവിടെ പറയുന്നുണ്ട്. യഹൂദന്മാർക്ക് അത് പ്രസാദമായി എന്ന് 3-ാം വാക്യത്തിൻ്റെ ആരംഭത്തിൽ പറയുന്നുണ്ട്. എന്തിനാണ് യഹൂദന്മാരെ പ്രസാദിപ്പിക്കുന്നത്? സ്വാഭാവികമായിട്ടും യഹൂദന്മാർക്ക് ഹെരോദാവിനോട് വിരോധമുണ്ട്. കാരണം യഹൂദന്മാരായിരിക്കുന്ന ജനത്തിന് ഒരിക്കലും റോമൻ്റെ ആധിപത്യം അന്ന് ഇഷ്ടമല്ല. അവരതിനെ മനസ്സുകൊണ്ട് വെറുക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ വെറുപ്പുള്ളവരെ സ്വാധീനിക്കാൻ വേണ്ടിയും കൂടെയാണ് ഹെരോദാവ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ആ ജനത്തെ കൂടെ നിർത്തി തൻ്റെ ഭരണപ്രദേശത്ത് സമാധാനം നിലനിർത്തുവാൻ വേണ്ടിയുള്ളൊരു ശ്രമമായിരുന്നു ഹെരോദാവ് ചെയ്തതെന്ന് നമുക്ക് ആ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ദൈവസഭയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സഭ നാളിതുവരെയായി നേരിട്ട് വന്ന പ്രതികൂലങ്ങൾ, അധികാരികളിൽ നിന്ന് ഒക്കെ നേരിട്ട് വന്ന പ്രതികൂലങ്ങളെ അതിജീവിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ്
സർവാധികാരിയായിരിക്കുന്ന ഈ ഹെരോദാവ് വളരെ ശക്തിയോടുകൂടെ അതിന് മുന്നിലുള്ള ആളുകളെ നശിപ്പിക്കുവാനായിട്ട്, ഇല്ലായ്മ ചെയ്യുവാനായിട്ട് മുന്നോട്ട് വരികയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മറുഭാഗത്ത് നമ്മൾ കാണുന്നു ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് സുവിശേഷം ശക്തിയോടെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു, ജാതികളിലേക്ക് ദൈവത്തിൻ്റെ വചനം കടന്നു ചെല്ലുന്നു, യെരുശലേമിൻ്റെ അതിരുകളെയൊക്കെ ഭേദിച്ചുകൊണ്ട് സുവിശേഷം ശക്തിയോടെ മുമ്പോട്ട് പോകുന്നു. എന്നാൽ മറുഭാഗത്ത് എന്ത് സംഭവിക്കുന്നു? എതിർപ്പുകളും വർദ്ധിച്ചു വരുന്നൊരു കാഴ്ചയാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ആത്മീയ സത്യം. അതെല്ലാ കാലത്തും ഒരുപോലെയാണ്. നമുക്കറിയാം, ഇന്നും ദൈവത്തിൻ്റെ വചനം ശക്തിയോടെ ഒരു ഭാഗത്ത് പ്രസംഗിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അനേകർ കർത്താവിൻ്റെ കൃപയിലേക്ക് വരുമ്പോൾ മറുഭാഗത്ത് പിശാച് അധികാരികളെ ഇളക്കിവിട്ടോ അല്ലെങ്കിൽ നിയമങ്ങൾ മൂലമോ ഒക്കെ ഇതിനെതിരായിട്ടുള്ള പ്രവൃത്തികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ്. ഇന്നും അത് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു സത്യം തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ ഒറ്റ വാക്കിൽ യാക്കോബിന്റെ മരണത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാളുകൊണ്ട് കൊന്നു. വളരെ ചിന്തനീയമായൊരു കാര്യമാണ്. യാക്കോബിന്റെ മരണത്തെക്കുറിച്ച് ഒറ്റ വാചകത്തിൽ യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കുവാൻ വേണ്ടി, അതുകൊണ്ടാണ് അടുത്ത വാക്കിൽ, അതായത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിനും യഹൂദന്മാരുടെ പ്രസാദത്തിനും വേണ്ടിയൊക്കെയായി ചെയ്ത ഒരു പ്രവൃത്തിയായിട്ടാണ് അവിടെ പറയുന്നത്. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. മറ്റു വിവരണങ്ങളൊന്നും യാക്കോബിനെ കുറിച്ച് പറയുന്നില്ല. എന്നാൽ നമുക്ക് യോഹന്നാനെ കുറിച്ച് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 38-39 വാക്യം വായിക്കുമ്പോൾ ഈ യാക്കോബിന്റെ മരണം ഒരു സ്വാഭാവിക മരണം, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്ത് പെട്ടെന്നാണ് ഒരു ദൈവീയ ഇടപെടലും ഇല്ലാതെ ഒരു പെട്ടെന്ന് ഹെരോദാവ് പിടിച്ച് വാളുകൊണ്ടവനെ കൊല്ലുകയാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വലിയ ആദരപൂർവ്വമുള്ള ഒരു ശവസംസ്കാരമോ ഒന്നും ലഭിക്കുന്നില്ല. വേറൊന്നും യാക്കോബിനെ കുറിച്ച് അവിടെ പറയുന്നില്ല. മർക്കോസിന്റെ സുവിശേഷം 10-38-39 വായിച്ചു. പിന്നെ നമുക്ക് ഈ യാക്കോബിനെ യോഹന്നാനെ കുറിച്ച് മനസ്സിലാക്കാൻ കർത്താവിനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ വചനത്തിലുണ്ടല്ലോ. യേശു അവരോട് എന്താണ് അവര് കർത്താവിനോട് ഒരിക്കൽ ആവശ്യപ്പെട്ടത്? ജീവനോടിരിക്കുമ്പോൾ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും, അറിയാതെ ചോദിച്ചതാണ്, ആഗ്രഹം കൊണ്ടങ്ങ് ചോദിച്ചതാ. അപ്പൊ യേശു അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞു? കർത്താവ് പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്നതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നല്ല താല്പര്യമാണ്, പക്ഷേ ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാൻ, ഞാൻ ഏൽക്കുന്ന സ്നാനമേൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നൊരു മറുചോദ്യം കർത്താവ് ചോദിച്ചു. ആഗ്രഹം നല്ലതാണെങ്കിലും കർത്താവ് ഒരു മറുചോദ്യം ചോദിച്ചു. അതവർ പ്രതീക്ഷിച്ചില്ലായിരിക്കാം. പക്ഷേ അവിടെ പറഞ്ഞ ആ പാനപാത്രം കർഷകരുടെ പാനപാത്രത്തെക്കുറിച്ചാണ്. അപ്പോൾ വേദഗ്രന്ഥന്മാരെല്ലാം പറയുന്നത് കർത്താവ് അതങ്ങ് അംഗീകരിച്ചു, അവരുടെ താല്പര്യം. പക്ഷേ ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം, ഞാൻ ഏൽക്കുവാൻ പോകുന്ന സ്നാനം. എന്നിട്ട് അടുത്ത വാക്യം അവർ പറഞ്ഞു, കഴിയും. ഒരു പക്ഷേ അവരർത്ഥം മനസ്സിലാക്കിയൊന്നും ആയിരിക്കില്ല. യേശു അവരോട് നിങ്ങൾ കുടിക്കും. അതാണ് കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ ആ പാനപാത്രം കുടിക്കും. മതി. ദൈവത്തിന് സ്തോത്രം. അപ്പം ഇവരെക്കുറിച്ച് കർത്താവ് പറഞ്ഞ ഈ രണ്ട് സഹോദരന്മാരുടെ ആഗ്രഹത്തെ മാനിച്ച് കർത്താവിനോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ആ പാനപാത്രം കുടിക്കും. വേദഗ്രന്ഥന്മാരുടെ അഭിപ്രായത്തിൽ ഈ യാക്കോബിന്റെ മരണം നോക്കുക, ഹെരോദാവ് അവനെ വാളുകൊണ്ട് കൊല്ലുകയാണ്. യോഹന്നാനെ കുറിച്ച് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. സഹോദരനായ യോഹന്നാൻ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യേശുവിൻ്റെ സാക്ഷ്യവും സുവിശേഷ നിമിത്തവും താൻ എവിടെ പോകുന്നു? പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെടുന്നു. ഇപ്പോൾ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വളരെ ദാരുണമായ, അല്ലെങ്കിൽ വളരെ പ്രയാസമേറിയ ജീവിതാനുഭവങ്ങളിലൂടെ അവർക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് യാക്കോബ് കൊല്ലപ്പെട്ടത്, യോഹന്നാനെ ദൈവം നാട് കടത്തിയെന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ഉത്തരവില്ല. അതൊക്കെ ദൈവത്തിൻ്റെ ദിവ്യ വിധത്തിൽപ്പെട്ട കാര്യമാണ്. പക്ഷെ രണ്ടുപേരും തങ്ങളുടെ സാക്ഷി നിമിത്തം അല്ലെങ്കിൽ കർത്താവിൻ്റെ വചന നിമിത്തം അനുഭവിക്കേണ്ട വന്ന പ്രതിസന്ധിയെക്കുറിച്ച് നമുക്ക് ദൈവത്തിൽ കാണുവാനായിട്ട്. ഈ 12-ാം അധ്യായത്തിലെ മറ്റൊരു വ്യക്തി പത്രോസാണ്. പത്രോസിനെ തടവിലാക്കിയ വിവരണമാണല്ലോ ബാക്കിയെല്ലാം. അപ്പോൾ ഈ 3 വ്യക്തികളെ നമ്മൾ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയും. ദൈവം ഓരോരുത്തരെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി
ഇന്ന് രാത്രി നമ്മൾ ആ മർക്കോസിന്റെ സുവിശേഷത്തിലെ വാക്യം വായിച്ചത് നമുക്കത് മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പ് കർത്താവ് അവരുമായി സംഭാഷിച്ച ഒരു കാര്യം, അവരുടെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ ജീവിതാന്ത്യത്തെക്കുറിച്ച്, അവർ കർത്താവിന്റെ മഹത്വം പ്രാപിക്കുന്നതിനെ കുറിച്ചുള്ള അവരുടെ സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാകുന്ന രണ്ട് കാര്യങ്ങളാണ്. പത്രോസിനെ കുറിച്ചും കർത്താവ് പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ ഭാഗത്തേക്ക് നമ്മൾ വരുന്നുണ്ട്. എന്നാൽ ഈ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ യാക്കോബിനെ ഒരു വിചാരണയുമില്ലാതെ, അല്ലെങ്കിൽ യാതൊരു നിലയിലുമുള്ള ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ, ഒരു ദൈവീയ ഇടപെടൽ അവിടെ ഉണ്ടാകുന്നില്ല, ഒരു ദൂതൻ അവിടെ വരുന്നില്ല. യാക്കോബ് കൊല്ലപ്പെടുകയാണ്. എന്നാൽ പത്രോസിനെ കുറിച്ച് വായിക്കുമ്പോൾ നോക്കുക, പത്രോസിന്റെ അടുക്കലേക്ക് ആ കാരാഗ്രഹത്തിൽ നിന്ന് പത്രോസിനെ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? വിടുവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ദൈവം യാക്കോബിനെ കൊല്ലുവാനായിട്ട് അനുവദിച്ചു. അതേ സംഭവങ്ങളിൽ തന്നെ, അതേ സാഹചര്യത്തിൽ തന്നെ പത്രോസിനെ ദൈവം വിടുവിക്കുക. ഇതൊക്കെ ദൈവത്തിന്റെ പദ്ധതിയാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണ് ദൈവീയ ഇടപെടൽ. അപ്പം ദൈവത്തിന്റെ പദ്ധതി അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ പദ്ധതിയെ നമുക്ക് ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. അപ്പം യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ടവൻ പത്രോസിനെയും പിടിച്ച്, നോക്കുക, അടുത്ത നമ്മുടെ ചിന്തയിലേക്ക് വരികയാണ്. അവൻ പത്രോസിനെ എന്ത് ചെയ്യുകയാണ്? അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ടവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. ഒന്ന് രണ്ട് വാക്യം വായിച്ചു താഴോട്ട്. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി അവനെ കാപ്പാൻ 4 ചേവകരുള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചു. നമുക്കറിയാം, അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ പെസഹായോട് ചേർന്ന് വരുന്നതാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. അപ്പോൾ പെസഹായുണ്ട്, അതിനോട് ചേർന്ന് തന്നെയാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. അപ്പോൾ ആ സമയം, പ്രത്യേകിച്ച് ഈ പെസഹായുടെ സമയത്ത് യഹൂദന്മാർക്കൊരു നിയമമുണ്ട്. ട്രയലോ സെന്റൻസിങ്ങോ ഒന്നും പാടില്ല. നമ്മുടെ ഭാഷ പറഞ്ഞാൽ കോടതി അടവാണെന്ന്. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ജനത്തിന് മുമ്പിൽ നിർത്താനായിട്ട് തീരുമാനിച്ച സമയം. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. അത് ചില ദിവസങ്ങളുണ്ട്. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട്, അപ്പോൾ പെസഹായും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളും പെസഹ കഴിഞ്ഞിട്ടാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ വരുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. നിശ്ചയമായിട്ടും യാക്കോബിനെ ചെയ്തതുപോലെ തന്നെ പത്രോസിനെയും കൊല്ലുവാനുള്ള തീരുമാനത്തോടു കൂടെയാണ് ഇവിടെ ഹെരോദാവ് പത്രോസിനെ തടവിലാക്കിയത് എന്നുള്ളതിന് സംശയമില്ല. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട്, അപ്പോൾ ഈ വിചാരണയും വിധിയുമെല്ലാം ഈ പെസഹ നിമിത്തമാണ് മാറിപ്പോയത്, അല്ലാതെ മറ്റു കാരണങ്ങളൊന്നുമല്ല. അപ്പോൾ പൂർണ്ണമായിട്ടും യാതൊരു പ്രതീക്ഷയില്ല. പത്രോസിനെയും അവർ കൊല്ലും. ആ നിലയിൽ ശക്തിയോടുകൂടെ ഹെരോദാവും യഹൂദാജനവും ഒരുപോലെ നിൽക്കുമ്പോൾ മറുഭാഗത്ത് ദൈവസഭ, നമുക്കവിടെ കാണുവാൻ കഴിയുന്ന ദൈവസഭ എന്ന് പറയുമ്പോൾ അവിടെ യെരുശലേമിലെ ജനത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. യെരുശലേമിലാണ് സംഭവിക്കുന്നത്. അവിടെയുള്ള ജനങ്ങൾ അശക്തരാണ്. അവർക്ക് സംഘടിക്കുവാനോ മറ്റു നിലയിലൊന്നും പ്രവർത്തിക്കാനൊന്നും കഴിയത്തില്ല. എന്നാൽ അവിടെയാണ്, അപ്പോൾ ഒരു ഭാഗത്ത് അധികാരികൾ ശക്തിയോടെ നിന്ന് ദൈവസഭയ്ക്ക് എതിരായി, ദൈവത്തിൻ്റെ വചനത്തിനെതിരായി ശക്തിയോടെ നിൽക്കുന്നു. മറുഭാഗത്ത് വളരെ ദുർബലരായ ഒരു കൂട്ടം ജനങ്ങൾ, അവർ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് നിലനിൽക്കും. ഇവിടെയാണ് നമ്മളതിന് 5 മുതൽ വായിക്കുമ്പോൾ 1 മുതൽ 4 വരെയുള്ള ആ വാക്യങ്ങളിൽ ഹെരോദാവ് ദൈവജനത്തിനെതിരെ അല്ലെങ്കിൽ ദൈവസഭയ്ക്കെതിരെയായി നടത്തിയ പീഡനത്തിന്റെ വിവരണങ്ങൾ, എന്താണ് അടുത്ത ചെയ്യാൻ പോകുന്നതെന്നുള്ളതായ കാര്യങ്ങൾ വിശദീകരിച്ചെങ്കിൽ 5-ാം വാക്യം തൊട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് എങ്ങനെയാണ് ദൈവവിധി ഈ കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. വായിക്കാം 5-ാം വാക്യം മുതൽ. ഈ കാരാഗ്രഹത്തെക്കുറിച്ച് അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് പല സന്ദർഭങ്ങളിൽ നമ്മൾ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിച്ച് കേട്ടിട്ടുള്ളൊരു ഭാഗമായതുകൊണ്ട് പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ ദൈവസഭ അവനു വേണ്ടി എന്ത് ചെയ്തു? ശ്രദ്ധയോടുകൂടെ അവനു വേണ്ടി പ്രാർത്ഥന കഴിച്ചു പോരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ ആ തടവിലായിരിക്കുന്ന പത്രോസിനു വേണ്ടി അവർ പ്രാർത്ഥിക്കുവാൻ പല കാരണങ്ങളുണ്ട്. യാക്കോബ് കൊല്ലപ്പെട്ടു, പത്രോസിനെ അവർ കൊല്ലുമെന്ന് അവർക്കറിയാം. എന്നാൽ ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുകയാണ്. അതിന് 1-2 കാരണങ്ങളുണ്ട്. പത്രോസിന്റെ ആദ്യത്തെ തടവല്ലിത്. യഹൂദന്മാരുടെ അധികാര സമിതിയായ സൻഹദ്രീൻ സംഘം 1-2 പ്രാവശ്യം പത്രോസിനെയും അപ്പോസ്തലന്മാരെയും ഒക്കെ പിടിച്ച സന്ദർഭം നമ്മൾ 4-ാം അധ്യായം ഒന്ന് വായിച്ച് 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലും 4-5 അധ്യായങ്ങളിൽ 2 ഇൻസിഡന്റ് ഉണ്ട്. 2 പ്രാവശ്യം പത്രോസിനെയും കൂട്ടരെയും പിടിച്ചതായിട്ട് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. അവിടെയൊക്കെ ദൈവം ഇടപെട്ട രീതി നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 4-3 മുതൽ ഒന്ന് വായിക്കാമോ? അവരെ പിടിച്ച് വൈകുന്നേരം ആകൊണ്ട്
എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. ശിഷ്യന്മാരുടെ എണ്ണം തന്നെ 5000. ഇത് യെരൂശലേമിൽ സംഭവിച്ച കാര്യമാണ്. അപ്പൊ ഇത് ശിഷ്യന്മാർക്കറിയാം. 5-ാം അധ്യായം 18-ാം വാക്യം നോക്കി, 5:18. അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹവാതിൽ തുറന്ന്. അപ്പൊ ഇതിനു മുമ്പ് ഒരു സംഭവമുണ്ട്. 5-ാം അധ്യായത്തിലും ദൂതൻ ഇറങ്ങി വന്ന് വിടുവിച്ച ഒരു സന്ദർഭം അവർ ഓർക്കുന്നുണ്ട്. പക്ഷെ ഒരു വ്യത്യാസമുള്ള, അന്ന് സൻഹെദ്രിൻ സംഘമാണ്, അല്ലെങ്കിൽ യഹൂദന്മാരുടെ മതകോടതിയായ സൻഹെദ്രിൻ സംഘമാണ് അവരെ തടവിലാക്കിയെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. എന്നാൽ അവിടെ ഒരു ദൂതൻ ഇറങ്ങി വന്ന് വിടുവിച്ച ഒരു സന്ദർഭം അവർക്ക് ഓർമ്മയുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രീവിയസ് എക്സ്പീരിയൻസ്, കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള ബലമാണ്. ഇതുപോലെ ഇവരെ പ്രാർത്ഥിക്കാനുള്ളൊരു കാരണം ഇതാണ്. ഒരുപക്ഷെ അങ്ങനെ ഒരു ഇടപെടൽ ദൈവമേ ഈ പത്രോസിന്റെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ ഈ പ്രാവശ്യവും ദൈവമേ നിന്റെ കരം നീട്ടണമേ എന്ന് പറഞ്ഞവർ പ്രാർത്ഥിച്ചു കാണും. 4-ാം അധ്യായം, ആ അധ്യായത്തിലുള്ള ദൈവത്തിന്റെ ഇടപെടൽ 4:23 മുതൽ വായിച്ചു വരുമ്പോൾ വളരെ മനോഹരമായി ദൈവത്തിന്റെ ഇടപെടലിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്യങ്ങളാണ്. 4-ാം അധ്യായം 23 മുതൽ ഒന്ന് വായിക്കാം. അവിടെയും ഇങ്ങനെ തന്നെയാണ് കണ്ടതിന് ശേഷം, വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ അടുക്കൽ ചെന്നു. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷേകത്തിന് വിരോധമായും ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി. അവിടെ ശ്രദ്ധേയമാണ്, സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ഇപ്പോഴോ കർത്താവേ നോക്കുക. അപ്പൊ അവിടെ വളരെ വ്യക്തമായി ദൈവസഭയ്ക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചൊരു കാര്യമാണ്. സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും, അത് ദൈവം നിശ്ചയിച്ചതുപോലെ. അതാണ് വളരെ ശ്രദ്ധേയമായൊരു കാര്യം. അപ്പോൾ ഈ പ്രതിസന്ധിയുടെ ഒക്കെ നടുവിൽ അവർ മനസ്സിലാക്കുന്നൊരു കാര്യം, ദൈവം എന്താണോ അതിൽ കൂടെ ആഗ്രഹിക്കുന്നത്, ദൈവം എന്താണോ നിശ്ചയിച്ചിരിക്കുന്നത് അത് സംഭവിക്കുന്നുള്ള വിശ്വാസം. അതാണ് അവരെ പ്രാർത്ഥനയ്ക്കായിട്ട്. അപ്പം മുൻപുള്ള അനുഭവം കൊണ്ട് ദൂതൻ വന്ന് വിടുവിച്ചതായ സന്ദർഭം അവർക്കറിയാം. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് അവർ ശ്രദ്ധയോടുകൂടെ ദൈവസന്നിധി പ്രാർത്ഥിക്കും. ഒരുപക്ഷെ കഴിഞ്ഞ 1-2 അനുഭവങ്ങളിൽ ദൈവം ഈ യഹൂദന്മാരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി തൻ്റെ ദൂതനെ അയച്ചു വിടുവിച്ച സന്ദർഭങ്ങളൊക്കെ അവർ ഓർത്തുകൊണ്ടായിരിക്കാം ദൈവസന്നിധിയിൽ അവർ നിരന്തരം പ്രാർത്ഥിക്കുകയാണ്. അവരൊരുമിച്ച് കൂടി സഭ എന്ത് ചെയ്തുകൊണ്ടിരുന്നെന്നാണ് അവിടെ വായിക്കുന്നത്. അവർ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ശ്രദ്ധയോടെ എന്നുള്ള പദം അവിടെ കൊടുത്തിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ, അത് ലൂക്കോസ് മുമ്പ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സന്ദർഭം ലൂക്കോസ് 22:44 വാക്യമാണ്. അത് നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് ഓർപ്പിക്കുന്നിടത്തും അതേ പദം ഉപയോഗിച്ചിട്ടുണ്ട്. 22:44. അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. യേശുവിന്റെ പ്രാർത്ഥനയ്ക്കും ആ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഒരു പ്രാർത്ഥനയല്ല. ദൈവസഭ ശ്രദ്ധയോടുകൂടി അതിനുവേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ അവർ വളരെ ആത്മാർത്ഥമായി, കർത്താവെ പത്രോസിന്റെ വിടുതലിന് വേണ്ടി അവർ വളരെ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. ഇങ്ങനെയുള്ള പ്രാർത്ഥന ദൈവസന്നിധി നമുക്കറിയാം ഇന്നും സുവിശേഷ വിരോധികളാൽ നേരിടുന്ന പ്രതിസന്ധിയുടെ നടുവിലൊക്കെ ദൈവസഭ ഉണർന്ന് പ്രാർത്ഥിക്കാറുണ്ട്, കൂട്ടമായി പ്രാർത്ഥിക്കാറുണ്ട്. പല സംഘടനകൾ പ്രാർത്ഥനയ്ക്കായി തന്നെ കൂടി ഓൺലൈനിലും അല്ലാതെയും ഒക്കെ ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ് ഈ പ്രാർത്ഥനയുടെ ഒരു പ്രസക്തി? എന്താണ്? ദൈവജനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന് പ്രസക്തിയുണ്ട്. ദൈവജനം അവിടെ ഇവിടങ്ങളായി ഇരുന്ന് ആഴമായി ദൈവസന്നിധിയിൽ ഹൃദയം പകർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിശ്ചയമായിട്ടും പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതാനുഭവമാണ്. ഒരുപക്ഷെ നമ്മളുമായി നേരിട്ട് വ്യക്തി പരിചയമോ ബന്ധമോ ഒന്നും ഇല്ലാത്ത വ്യക്തികളോ സംഭവങ്ങളോ ആയിരിക്കാം. പക്ഷേ ദൈവജനം ഒരുമിച്ച് കൂടി, സഭ എന്ന് പറഞ്ഞിരിക്കുന്നത് രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടമാണ്, വേർതിരിക്കപ്പെട്ട ദൈവജനങ്ങളാണ്. അവർ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായ ഹൃദയഭാരത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രൈസ് ലോർഡ്. അത് നമുക്ക് നമ്മുടെ ജീവിത അനുഭവമാണ്. 1-2 വചനങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ, ഫിലിപ്പിയ ലേഖനം കാരാഗ്രഹത്തിൽ കിടന്ന ഒരു കാരാഗ്രഹ ലേഖനമാണ്. 1:19 ഫിലോമോന്റെ
ലേഖനത്തിലെ 22-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചാൽ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവസഭയുടെ പ്രാർത്ഥന. ഫിലിപ്പിയർ 1:19, ഫിലോമോൻ 22-ാം വാക്യം. നിങ്ങളുടെ പ്രാർത്ഥനയാൽ, പൗലോസ് പറയുന്നതാണ്, നിങ്ങളുടെ പ്രാർത്ഥനയാലും സഹായത്താലും അതെനിക്ക് രക്ഷാകരണം. പൗലോസ് തന്റെ അനുഭവം കൂടെ ചേർത്ത് പറയുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതെനിക്ക് രക്ഷിക്കും. അപ്പൊ കാരാഗൃഹത്തിൽ കിടക്കുന്ന പൗലോസ് താൻ പ്രതീക്ഷിക്കുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് രക്ഷാകാരണമായി തീരും. ഫിലോമോൻ 22 വായിക്കാമോ? ഫിലോമോന്റെ ലേഖനം 22-ാം വാക്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞാൻ നിങ്ങൾക്ക് നൽകപ്പെടും. മതി. അപ്പോൾ ദൈവത്തിന്റെ വചനമാണ് നമുക്ക് എല്ലാ കാര്യത്തിനും ആധാരമായിരിക്കേണ്ടത്. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് സുവിശേഷ വിരോധികളാൽ ഉപദ്രവിക്കപ്പെടുന്ന, ഇന്ന് ദൈവത്തിന്റെ നിർമ്മല വചനത്തിന് വിരോധമായി വിവിധ സ്ഥലങ്ങളിലും ദേശങ്ങളിലുമൊക്കെ അതിൻ്റെ പ്രവൃത്തികളെ തടയുന്ന പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ദൈവസഭ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ആ പ്രാർത്ഥനയുടെ പ്രസക്തി മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ദൈവസേനയെ ഒരുമിക്കുവാനും പ്രാർത്ഥിക്കുവാനും അങ്ങനെയുള്ള പ്രാർത്ഥനയുടെ പ്രയോജനം ദൈവസഭയ്ക്ക് എല്ലാ കാലത്തും അനുഗ്രഹമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വീണ്ടും നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് മടങ്ങി വരാം. അങ്ങനെ സഭ ശ്രദ്ധയോടെ അവനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. അപ്പോൾ അവിടെ ഒരു ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുകയാണ്, പ്രാർത്ഥന കഴിച്ചു പോവുകയാണ്. മുൻപുള്ള അനുഭവങ്ങളെയൊക്കെ ഓർത്ത് അവർ ദൈവത്തോട് പറഞ്ഞു കാണും, കർത്താവേ, ഈ പ്രാവശ്യവും നീ പത്രോസിനെ വിടുവിക്കണം എന്നവരെ പ്രാർത്ഥിക്കുന്നുണ്ടാകാം. 6-ാം വാക്യത്തിൽ വായിക്കുന്നു, ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രി പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ വായിക്കുന്നുണ്ട്, അവനെ തടവിലാക്കിയതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. പത്രോസിനെ പിടിച്ച് തടവിലാക്കി അവനെ കാപ്പാൻ 4 ചേവകരുള്ള 4 കൂട്ടത്തിന്. അപ്പോൾ 4 ചേവകരാണ് ഒരു ടൈമിലുള്ളത്. 2 പേരെ 2 കരങ്ങളിലും ബന്ധിച്ച്, ഒരു പടയാളിയോട് ചേർത്ത് അവരുടെ 2 കരങ്ങളും ഇപ്പുറത്തെ സൈഡിലും ഒരു പടയാളിയുടെ ഒരു കരവുമായി ചേർത്ത് ഇങ്ങനെ ബന്ധിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ കാരാഗ്രഹത്തിൻ്റെ മുന്നിൽ 2 പേര്, അങ്ങനെയാണ് 4 പേരുണ്ട്. അവർ 4 പേര് 4 ടേമായിട്ട് ഇങ്ങനെ മാറി മാറി വരികയാണ്. അങ്ങനെയാണ് അവർ 4 പേരാണ് ഒരു ടൈമിൽ അവിടെ ഉള്ളത്. 2 പേര് കൂടെ തന്നെ ഉണ്ട്, 2 പേര് അതിൻ്റെ വാതിലുമുണ്ട്. ഇങ്ങനെ അതൊരു മാക്സിമം സെക്യൂരിറ്റിയാണ്. മാക്സിമം സെക്യൂരിറ്റിയുള്ള ഒരു പണിഷ്മെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവനെ ജനത്തിന്റെ മുമ്പ് നിർത്തുവാൻ ഭാവിച്ചിട്ട് തലേ രാത്രി പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ. നമുക്കവിടെ മനസ്സിലാക്കാൻ അല്പം പ്രയാസമുള്ളൊരു കാര്യമാണ്. പത്രോസ് ഇവരുടെ 2 പേരുടെയും നടുവിൽ കിടന്ന്, വളരെ ഉറപ്പാണ് യാക്കോബിനെ കൊന്ന സംഭവം ഒരുപക്ഷെ പത്രോസിന് അറിയാമായിരിക്കാം. തന്നെയും ഗതി ഇത് തന്നെയാണ്. ഈ ഹെരോദാവിൻ്റെ കയ്യാൽ ഒരു പക്ഷേ നിഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. ഇനി അതുമാത്രമല്ല, പിറ്റേ ദിവസം രാവിലെ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. സമയം അധികമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെ ഉറങ്ങാൻ കഴിയും? അവിടെയും ഞാൻ പറഞ്ഞല്ലോ, ഈ പത്രോസിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ, എങ്ങനെ പത്രോസിന് ഉറങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതൊന്ന് മനസ്സിലാക്കാനുള്ള 1-2 സൂചനകൾ പത്രോസിനോട് യേശു പറഞ്ഞൊരു കാര്യം യോഹന്നാൻ 21-18-19. നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. നീ കുറച്ച് കഴിയുമ്പോൾ വയസ്സനായ ശേഷം നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്കിഷ്ടമില്ലാത്തടത്ത് നിന്നെ. ഒരു പക്ഷേ പത്രോസിന്റെയും മരണത്തെക്കുറിച്ചുള്ളൊരു സൂചനയാകാം കർത്താവ് പത്രോസിനോട് പറഞ്ഞത്. ആ ഒരു സൂചന ഉള്ളതുകൊണ്ട് പത്രോസിന് അറിയാം, ഒരു ദിവസം ഈ അവന്റെ നാമനിമിത്തം എന്ത് ചെയ്യേണ്ടി വരും. നമ്മുടെ മരണത്തെക്കുറിച്ചൊരു സൂചന നമുക്കുണ്ടെങ്കിൽ പേടിയാണോ വരുന്നത്, ആശ്വാസമാണോ വരുന്നത്? അത് അവരവരെ ആശ്രയിച്ചിരിക്കുമല്ലേ. അതുകൊണ്ടായിരിക്കാം ചിലതൊക്കെ നമ്മളെ കർത്താവ് നേരത്തെ അറിയിക്കാത്തത്. ഇനി പത്രോസിന് തൻ്റെ ഹൃദയത്തിൽ ബോധമുണ്ടായിരുന്നു, ഈ സുവിശേഷത്തിനു വേണ്ടി അല്ലെങ്കിൽ ദൈവരാജ്യത്തിനു വേണ്ടി എൻ്റെ ജീവൻ അർപ്പിക്കേണ്ടി വരും എന്ന് പത്രോസിന് അറിയാമായിരുന്നു എന്നാണ് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെയായിരുന്നു തനിക്ക് വലിയ ഒരു നിരാശയോ അല്ലെങ്കിൽ ആ നിലയിൽ വളരെ ചിന്തനീയമാണ് ഈ പിറ്റേ ദിവസം രാവിലെ സംഭവിക്കേണ്ട ഒരു കാര്യം. തൊട്ടു മുമ്പ് സംഭവിച്ചത് യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. ഇനി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും പ്രതീക്ഷിക്കാനില്ല. മരണം മുമ്പിൽ കണ്ടു കിടക്കുമ്പോൾ അന്ന് രാത്രിയിൽ 2 തടവുകാരുടെ നടുവിൽ സുഗമമായി പത്രോസ് എന്ത് ചെയ്യാണ്? ഉറങ്ങിയെന്നാണ്.
16-ാം അധ്യായത്തിൽ പൗലോസിനെ കുറിച്ച് പറയുന്നത് കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ പൗലോസ് എന്ത് ചെയ്തെന്നാണ് എഴുതിയിരിക്കുന്നത്. പൗലോസും ശീലാസും അവരുറങ്ങിയെന്നല്ല, അവരെ അർദ്ധരാത്രിയിൽ അവർ ദൈവത്തെ പാടി സ്തുതിച്ചെന്നല്ലേ. അപ്പോൾ ഒരു ചിന്തകൻ അതിനെക്കുറിച്ച് പറഞ്ഞത്, അപ്പുറത്ത് പൗലോസ് അവിടെ കിടന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഇപ്പുറത്ത് പത്രോസ് കിടന്ന് ഒരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടായാലും അത് നല്ലൊരു സന്തോഷകരമായ അനുഭവമാണെന്നാണ് അല്ലേ. പ്രതികൂല സാഹചര്യങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ഉറങ്ങാൻ കഴിയും ഇല്ലേ? ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നില്ല. തിരിച്ചുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളിൽ പാടാനും പ്രാർത്ഥിക്കാനും ഒക്കെ സാധിക്കും. അതൊരു ആത്മീയ മർമ്മമാണ്. പോട്ടെ. അപ്പോൾ ഇവിടെ പത്രോസ് ഉറങ്ങുകയാണ്, രാത്രി കിടന്നുറങ്ങുകയാണ്. ഈ പടയാളികൾ നടുവിൽ കിടന്നുറങ്ങുന്നു. ഉടനെ അടുത്ത വാക്യം, പെട്ടെന്ന് 7-ാം വാക്യം. ഈ അധ്യായത്തിലെ നമ്മൾ ദൈവവചന പഠനവുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് ഈ കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടാകുന്നു. ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടാകുന്നു. ഇവിടെ നമ്മൾക്ക് ചിന്തനീയമായൊരു കാര്യം, ആരാണ് ഈ ദൈവത്തിൻ്റെ ദൂതൻ? ദൈവത്തിൻ്റെ ദൂതന്മാർ ഇന്ന് നിലവിലുണ്ടോ? ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ടോ? ദൈവം അങ്ങനെ അത്ഭുതകരമായൊരു ഇടപെടൽ ഇന്ന് നടത്തുന്നുണ്ടോ? ഇത് രണ്ടും നമ്മുടെ വിശ്വാസത്തെ ആശ്രയിച്ചായിരിക്കുന്നത്. അതിന് 1-2 സൂചനകളെന്ന് പറയുന്നത്, ഇവിടെ പറയുന്ന ഈ ദൂതൻ എന്നുള്ള പദം ഏഞ്ചലോസ് എന്നുള്ള പദമാണ്. ഏഞ്ചലോസ് എന്നുള്ളൊരു പദമാണ് ദൂതൻ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഏഞ്ചലോസ് എന്നുള്ള പദം നമ്മൾ സ്വർഗത്തിൽ നിന്ന് വരുന്ന ഒരു ദൂതന് മാത്രമല്ല ഉപയോഗിച്ചിട്ടുള്ളത്. ലൂക്കോസ് തന്നെ അത് പലയിടങ്ങളിൽ, ലൂക്കോസ് 7-ാം അധ്യായം 24-ാം വാക്യം എന്ന് വായിച്ച് അവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ആ മെസ്സഞ്ചർ, മലയാളത്തിൽ നമ്മൾ മെസ്സഞ്ചർ എന്ന് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മെസ്സഞ്ചർ എന്ന് പറയുന്ന, ഗ്രീക്കിൽ ഏഞ്ചലോസ് എന്ന് പറയുന്ന ഈ ദൂതൻ എന്ന് പറയുന്ന വാക്ക് സ്വർഗീയ ദൂതന്മാരെ കുറിച്ച് മാത്രമല്ല ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ 7:24 ലൂക്കോസ്, യോഹന്നാന്റെ ദൂതന്മാർ. ആ പറഞ്ഞത് സ്വർഗത്തിലെ ദൂതന്മാരല്ല, പിന്നെ ആരാ? യോഹന്നാൻ അയച്ച ചിലരെ കുറിച്ചാണ്. 7:27. മറ്റൊരാൾ 9:52 നോക്കിയാട്ടെ. ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുമെന്ന് പറയുന്നത് സ്വർഗീയ ദൂതനെ കുറിച്ചല്ല. 9:52 വായിച്ചേ. മതി. അപ്പം കർത്താവ് തനിക്ക് മുമ്പായി അയച്ച അവരെ കുറിച്ച് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏഞ്ചലോസ് എന്ന് തന്നെയാണ്, മെസ്സഞ്ചർ എന്നുള്ള പദം തന്നെയാണ്. അപ്പോൾ സ്വർഗീയ ദൂതന്മാരുമാകാം, ദൈവത്തിന്റെ ദൂതന്മാരായി ദൈവം അയച്ച മനുഷ്യരുമാകാം. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? സെയിം വേർഡാണ് ലൂക്കോസ് എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. ഇവിടെ ലൂക്കോസ് എന്താണ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ലൂക്കോസ് യഥാർത്ഥമായിട്ട് എന്താണ് ഉദ്ദേശിച്ചത്? അതാണല്ലോ ആ വചനത്തിന്റെ ശരിയായ വ്യാഖ്യാനം എന്ന് പറയുന്നത്. ലൂക്കോസ് എഴുതുമ്പോൾ എന്താണ് തൻ്റെ വായനക്കാരിത് മനസ്സിലാക്കേണ്ടത്? എന്നാൽ ഈ ദൂതൻ എന്നുള്ള പദം മാനുഷിക ദൂതന്മാരെ കുറിച്ച് പറയുന്നിടത്തും അതേ പദം തന്നെയാണ്, ഏഞ്ചലോസ് എന്നുള്ള അതേ വേർഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഓർക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരു കൂട്ടർ ഈ വേദഭാഗത്തെക്കുറിച്ച് പറയുന്നത് ഒരു പോസിബിലിറ്റി ഇങ്ങനെയാകാം. അന്ന് രാത്രിയിൽ ഈ 2 പടയാളികൾ അപ്പുറത്തും 2 പേര് മുമ്പിലുമുണ്ട്. ഇതിലൊരുത്തനങ്ങ് വിചാരിക്കുക, ഏതായാലും യാക്കോബിനെ വെറുതെ കൊന്നു. ഇച്ചിരെങ്കിലും സ്നേഹമുള്ള ഒരാളതിനകത്ത് അവന് വിചാരിക്കുക, ഇതെന്തിനെങ്ങനെ വെറുതെ ഇവരെ പിടിച്ച്. അപ്പോൾ അതിലൊരു പടയാളി ഇത് തോന്നുകയാണ്, പത്രോസിനെ അങ്ങ് സ്വതന്ത്രനാക്കണമെന്ന് തോന്നിക്കാണും. ഒരു ചിന്തകൻ പറഞ്ഞാണ്. മനുഷ്യൻ്റെ മനസ്സ് മാറാൻ അധികം സമയം വേണ്ടല്ലോ. ഇന്നും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ. പട്ടാളത്തിലാണെങ്കിലും പോലീസിലാണെങ്കിലും നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ചാരന്മാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവൻ വിചാരിക്കുകയാണ്, അവൻ്റെ മനസ്സങ്ങ് മാറി ബാക്കിയുള്ളവരെയും കൂടെ. അപ്പോൾ അതൊരു ദൈവീയ ഇടപെടൽ, ഒരു ദൂതനായിട്ട് ചിലപ്പോൾ ഒരു മാനുഷിക ഇടപെടലാണെന്ന് പറയുന്നവരുണ്ട്. മറ്റൊന്ന്, അതോറിറ്റീസിൻ്റെ മനസ്സ് മാറി കാണും. യാക്കോബിനെ കൊന്നവർ ഇനി പത്രോസിനെ കൊന്നാൽ അത് വേറൊരു നിലയിൽ പ്രതിസന്ധി ഉണ്ടാകണ്ടെന്ന് വിചാരിച്ച് ഒരു പക്ഷേ അതോറിറ്റീസ് ആരെങ്കിലും, അത് ഒരു ദൈവീയ ഇടപെടലല്ലേ? ഒരു ദൈവീയ ഇടപെടലായി കൂടുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ നമ്മൾ ഇനിയാണ് അതിൻ്റെ മറ്റൊരു ചിന്തയിലേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞു, മനുഷ്യരെ സൂചിപ്പിക്കാനും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഭാഗമായി ദൈവം അയക്കുന്ന ചില മനുഷ്യരെ സൂചിപ്പിക്കാനും മെസ്സഞ്ചർ, ഏഞ്ചലോസ് എന്ന പദം ലൂക്കോസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ലൂക്കോസ് സുവിശേഷത്തിലും അപ്പോസ്തല പ്രവൃത്തിയുടെ ആരംഭ അധ്യായങ്ങളിലുമായിട്ട് 15 ശരിക്കുമുള്ള ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
ശരിക്കുള്ള ദൂതന്മാർ ഞാൻ ഉദ്ദേശിച്ചത് സ്വർഗീയ ദൂതന്മാരെ കുറിച്ച് 15 ഇടത്ത് ലൂക്കോസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലൂക്കോസ് എന്ത് നിഷേധിക്കുന്നില്ല? സ്വർഗീയ ദൂതന്മാരെ നിഷേധിക്കുന്നില്ല. ദൈവം ചിലപ്പോൾ നമ്മെ സഹായിക്കാനായിട്ട് ചില മാനുഷികമായ ഇടപെടലുകൾ നടത്തിയെന്ന് വരാം, അല്ലേ? ചിലപ്പോൾ ചില മനുഷ്യരിലൂടെ ദൈവം പ്രവർത്തിച്ചെന്ന് വരാം. അത് നമുക്ക് അനുഭവമുള്ളതാണ്. എന്നാൽ അപ്പോൾ തന്നെ സ്വർഗീയ ദൂതന്മാരുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിലും 15 ഇടത്ത് ലൂക്കോസ് വളരെ ശക്തമായിട്ട് ഏഞ്ചലിക് ബീൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സ്വർഗീയ ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ലൂക്കോസ് എന്ത് ചെയ്യുന്നില്ല? ദൂതന്മാരുടെ സാന്നിധ്യത്തെയോ ദൂതന്മാരെയോ നിഷേധിക്കുന്നില്ല എന്നുള്ളതുകൂടെ നാം മനസ്സിലാക്കണം. അപ്പോൾ ഈ ഭാഗത്ത് ഒരു ദൈവിക ഇടപെടലുണ്ടായി. മാനുഷിക ഇടപെടലുകൾക്കപ്പുറത്തായിട്ട് ഒരു ദൈവിക ഇടപെടലാണെന്ന് തെളിയിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ അവിടെയുണ്ട്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. താഴോട്ട് വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും. നോക്കിയേ, നമുക്കതിൽ സംശയമൊന്നുമില്ല, ദൈവത്തിൻ്റെ ഒരു ദൂതൻ അവിടെ പ്രത്യക്ഷനാകുകയാണ്. അറയിലൊരു വെളിച്ചം പ്രകാശിച്ചു. നിശ്ചയമായിട്ടും ആ പറഞ്ഞിരിക്കുന്ന വിവരണത്തിൽ നിന്നെല്ലാം കാണുവാൻ കഴിയുന്നത് സാക്ഷാൽ ഒരു ദൂതൻ അവിടെ പ്രത്യക്ഷനായി എന്ന് തന്നെയാണ്. നോക്കിയേ, അറയിലൊരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ, ഉറങ്ങിക്കിടക്കുന്ന പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അക്ഷരം പ്രതിയായി ഓരോരോ കാര്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന പത്രോസിനെ തട്ടി ഉണർത്തുന്നു. ചെരുപ്പിടാൻ പറയുന്നു, അരമുറുക്കാൻ പറയുന്നു, വസ്ത്രം ധരിക്കാൻ പറയുന്നു. സിമ്പിൾ ഇൻസ്ട്രക്ഷൻ കൊടുത്ത് പത്രോസിനെ വിളിച്ചുണർത്തി ഓരോരോ കാര്യങ്ങൾ ചെയ്യിക്കുകയാണ്. നോക്കിയേ, അവനെ ഉണർത്തി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. അപ്പൊ ഈ സംഭവങ്ങളെല്ലാം നമ്മെ മനസ്സിലാക്കുന്നത് ഒരു സ്വർഗീയ ദൂതൻ ആ കാരാഗ്രഹത്തിനുള്ളിലേക്ക് ദൈവം അയച്ച് പത്രോസിനെ അവിടെ നിന്ന് പുറപ്പെടുവിക്കുകയാണ്. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. മറ്റൊരു കാര്യം, ഇത് ദൈവീയ ദൂതന്റെ ഇടപെടലാണെന്നുള്ളതിന്റെ ഒരു തെളിവാണ്. നമ്മൾ താഴെ വായിക്കുന്നത് പത്രോസ് ഇതൊന്നും പത്രോസിന് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, 9-ാം വാക്യത്തിൽ, അവൻ പിന്നാലെ ചെന്നു ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ, എല്ലാം ദൂതന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം ചെയ്തിങ്ങനെ അങ്ങ് പോവാണ്. ഇത് സത്യമാണോ എന്നറിയാതെ താനൊരു ദർശനം കാണുന്നു എന്ന് തനിക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരാൾ വന്ന് തന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു, താൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അവരൊന്നാം കാവലും പട്ടണത്തിൽ ചെല്ലുന്ന അതവർക്ക് സ്വയമേ തുറന്നു. അവർ പുറത്തിറങ്ങി. ദൂതൻ അവനെ വിട്ടുപോയി. അവിടെയാണ് നമ്മൾ കാണുന്നത്, അവർ ചെന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പുവാതിൽക്കൽ എത്തി. അതവർക്ക് സ്വതമേ തുറക്കുന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദാജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് പറയും. അപ്പോൾ വളരെ ശ്രദ്ധേയമായൊരു കാര്യം പത്രോസിന് മനസ്സിലാകുന്നു. അവിടെ വെച്ചാണ് തനിക്ക് സുബോധം വന്നത്. ദൈവം തന്നെ അത്ഭുതകരമായി തൻ്റെ ദൂതനെ അയച്ച് ദൈവം എന്നെ വിടുവിച്ചിരിക്കുന്നു. അപ്പോൾ ദൂതന്മാരുടെ സാന്നിധ്യവും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവവും, ഇത് രണ്ടും വിശ്വാസ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം അതാത് സമയങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായിട്ട് ഇന്നും തൻ്റെ ദൂതന്മാരെ അയക്കാറുണ്ട്. അത് മാനുഷിക ഇടപെടലിൽ കൂടെ ആണെങ്കിലും ദൈവീയ ഇടപെടലിൽ കൂടെ ആണെങ്കിലും ഒക്കെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മറ്റൊന്ന്, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹെരോദാവ് ജനത്തിൻ്റെ മുമ്പിൽ പത്രോസിനെ നിർത്തി അതേ കുറ്റവിചാരണ ചെയ്ത് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ തലേരാത്രിയിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുകയാണ്. ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുന്നു. അതേ പത്രോസിനെ ആ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. യാക്കോബിനെ മരണത്തിന് ഏൽപ്പിച്ചത് ഒരുപക്ഷെ ദൈവഹിതമായിരിക്കും. എന്നാൽ ഇവിടെ പത്രോസിനെ അത്ഭുതകരമായിട്ട് വിടുവിക്കുകയാണ്. പത്രോസ് സുബോധം വന്നിട്ട് നേരെ പോകുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്ന വിവരണമാണ് നമ്മൾ താഴോട്ട് വായിക്കുന്നത്. താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ 11-ാം വാക്യത്തിൽ തനിക്ക് മനസ്സിലായി യഹൂദാജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും ദൈവം എന്നെ വാസ്തവമായി വിടുവിച്ചിരിക്കുന്നുവെന്ന് താൻ മനസ്സിലാക്കുന്നു. ഇങ്ങനെ ശേഷം മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ, ഈ മർക്കോസിന്റെ അമ്മ മറിയ, അല്ലെങ്കിൽ ഈ ഭവനത്തെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് പലയിടങ്ങളിൽ വായിക്കുന്നുണ്ട്.
ഭാഗങ്ങളെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ അത് മർക്കോസിന്റെ ആ മാളിക മുറി അല്ലെങ്കിൽ യെരുശലേമിൽ അവർ കൂടി വന്നിരുന്ന് പ്രാർത്ഥിച്ച നല്ല വിശാലമായ ഒരു മുറിയായിരിക്കണം എന്ന് ഗ്രഹിക്കാനായിട്ട് കഴിയും. പല വേദഭാഗങ്ങളിൽ നിന്ന് അവരൊരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ച ഒരു വീടായിരുന്നു അതെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ അവർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ച ആ ഇടത്തേക്ക് ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയുടെ വീട്ടിൽ ചെല്ലുകയാണ്. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രാർത്ഥന തുടരുകയാണ്. ഒരാത്മാർത്ഥമായി പത്രോസിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ദിവസം എന്നുള്ളതിന് ഞാൻ പറഞ്ഞല്ലോ, ഈ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളും പെസഹ പെരുന്നാളിന് ശേഷം വരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളും ഒക്കെ ഒരു ടൈമിംഗ് ഉണ്ട്, നമുക്കറിയാം. ആ സമയമൊക്കെ അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിന് വേണ്ടി. അങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവർ പടിപ്പുര വാതിക്കൽ മുട്ടിയാറെ രോധ എന്നൊരു ബാല്യക്കാരുത്തി. ഈ രോധ എന്ന ബാല്യക്കാരുത്തിയുടെ പേര് ബൈബിളിൽ വരാൻ കാരണം എന്താണ്? ഒരുപക്ഷെ അതെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ലൂക്കോസിലൂടെ പരിശുദ്ധാത്മാവ് അത് രേഖപ്പെടുത്തിയത്. രോധ എന്നൊരു പെൺകുട്ടി വിളി കേൾപ്പാൻ അടുത്തു വന്ന് പത്രോസിന്റെ ശബ്ദം എന്ത് ചെയ്തു? തിരിച്ചറിഞ്ഞെന്നാണ് എഴുതിയിരിക്കുന്നത് 14 വാക്യം. സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തെ കൂടി പത്രോസ് പടിപ്പുരയ്ക്കൽ നിൽക്കുന്നുവെന്ന് അറിയിച്ചു. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി അവരുടെ മുമ്പിൽ എത്തിയപ്പോൾ ആ സന്തോഷത്തോടെ അവൾ വാതിൽ തുറക്കാതെ ഓടി അകത്തോട്ട് പോയി. അവരവളോട് പറഞ്ഞു, നിനക്ക് ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞു. പ്രാർത്ഥനയുടെ മറുപടിയുമായിട്ട് ചെന്ന രോധയോട് അവർ പറഞ്ഞു, നിനക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു. അവളോ അല്ല, ഉള്ളത് തന്നെയെന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അവന്റെ ദൂതനാകുന്നു എന്ന് പറഞ്ഞു. അതെന്താ അവരങ്ങനെ പറയാൻ കാരണം? അവന്റെ ദൂതൻ. അവിടെ ഒരു ദൂതനെ കുറിച്ചാണ് പറയുന്നില്ലേ? മത്തായിയുടെ സുവിശേഷം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഈ 18-ാം അധ്യായം 10-ാം വാക്യത്തിൽ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു ദൂതനെ കുറിച്ചൊരു സൂചനയുണ്ട്. അതിനെക്കുറിച്ച് പറയും നമ്മുടെ ഗാർഡിയൻ ഏഞ്ചലാണെന്ന് പറയാറുണ്ട്. 18:10 മത്തായിയുടെ സുവിശേഷം 18:10. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിൽ അവരുടെ ദൂതൻ. കണ്ടോ? അപ്പോൾ ഒരു ഗാർഡിയൻ ഏഞ്ചൽ നമുക്കുണ്ട്. സ്വർഗത്തിൽ അവരുടെ ദൂതൻ പിതാവിന്റെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന. അപ്പൊ അതിനെക്കുറിച്ച് വേറൊരു ചിന്തകൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, നമ്മെപ്പോലെ തന്നെയൊക്കെ തോന്നുന്ന ഒരു ദൂതൻ നമുക്കുണ്ടെന്ന്. അപ്പിയറൻസിൽ നമ്മളെ പോലെ തന്നെയൊക്കെ ഇരിക്കും, അല്ലെങ്കിൽ അങ്ങനെ അപ്പിയർ ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പൊ അതുമൊക്കെ വെച്ചോണ്ട് ഇവർ പറഞ്ഞത് അത് പത്രോസ് ആയിരിക്കണമെന്നില്ല, പത്രോസിന്റെ ദൂതനായിരിക്കും, പത്രോസൊന്നും ആയിരിക്കത്തില്ല. എവിടുന്നാണ് ഇവർക്ക് ആ വിശ്വാസം വന്നത്? അതുകൊണ്ട് ഞാൻ ആ വാക്യം വായിക്കാം. ഓക്കെ, എന്തായാലും അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത് പത്രോസ് ആകാൻ സാധ്യതയില്ല, ഒരു സാധ്യതയില്ല. അവർ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ആ പ്രാർത്ഥനയോട് അവർക്ക് വിശ്വാസം വന്നില്ലെന്നുള്ളതല്ലേ. എന്തായാലും രോധ പറഞ്ഞു, ഇല്ല, ഞാൻ പത്രോസിന്റെ ശബ്ദം അവിടെ തിരിച്ചറിഞ്ഞു. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. പത്രോസ് 16-ാം വാക്യത്തിൽ വായിക്കുന്നത്, പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ പത്രോസ് മുട്ടുന്നുകൊണ്ട് ശബ്ദം വെക്കുന്നുമുണ്ട്. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അന്നത്തെ യഹൂദന്മാരുടെ വീടുകളൊക്കെ ചെല്ലുമ്പോൾ അന്ന് നമ്മുടെ വീട്ടിലുള്ള കോളിംഗ് ബെല്ലൊന്നും കാണത്തില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും അവരുടെ ഇടയിൽ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ ചെന്ന് മുട്ടുമ്പോൾ വിളിക്കുകയും ചെയ്യണം മുട്ടുകയും ചെയ്യണമെന്നാണ്. അങ്ങനെയാണ് അവിടുത്തെ സമ്പ്രദായം. ചുമ്മാ മുട്ടിയാൽ കഥ തുറക്കത്തില്ല, ആളാരാണെന്ന് അറിയാനായിട്ട് ശബ്ദം ഉണ്ടാക്കുകയും വേണം. ഇന്നൊക്കെയാണെങ്കിൽ നമുക്ക് മൊബൈലിലൊരു മിസ് കോളൊക്കെ കൊടുത്തേച്ച് കയറിച്ചല്ല. അന്ന് മുട്ടുകയും വേണം, ശബ്ദം ഉണ്ടാകുക. അപ്പോൾ അവർക്ക് ആളിനെയും തിരിച്ചറിയാം, ഒരാൾ വന്നിട്ടുണ്ടെന്നും അറിയാം. അപ്പം അതുകൊണ്ടാണ് പത്രോസ് ശബ്ദം വയ്ക്കുകയും മുട്ടുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു? തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. അവർ മിണ്ടാതിരിപ്പാൻ അവനാങ്ങി. എന്തുകൊണ്ടാണ് മിണ്ടാതിരിപ്പാൻ ആങ്ങി കാണിച്ചു? ഇവർ സന്തോഷത്താൽ അങ്ങ് എന്ത് ചെയ്ത് കാണും? അർദ്ധരാത്രി സമയമാണ്, അല്ലെങ്കിൽ നേരം വെളുക്കാറായ സമയമായിരിക്കാം, രാത്രി നടക്കുന്ന സംഭവം ഇത്. അപ്പോൾ വലിയ ശബ്ദം വെച്ചപ്പോൾ ചുറ്റുപാടുമൊക്കെ ഉണരും. അല്ലെങ്കിൽ പത്രോസിന്റെ ഈ മോചനത്തെക്കുറിച്ച് മറ്റുള്ളവർ അറിയുന്നതുകൊണ്ട് പത്രോസ് ആംഗ്യം കാണിച്ചു, മിണ്ടരുത്. മിണ്ടാതിരിപ്പാൻ അവൻ ആംഗ്യം കാട്ടി കർത്താവ് തന്നെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ച വിവരം 17-ാം വാക്യം ഒന്ന് വായിച്ചേ. 17-ാം വാക്യം ഒന്ന് വായിച്ചേ. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ലൂക്കോസ് അത് എഴുതിയത്. നമുക്കിപ്പം ഈ ദൂതനെക്കുറിച്ചും വിടുവിച്ച വേദത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ഒത്തിരി പറഞ്ഞെങ്കിലും ഇത്ര ഓർത്താൽ മതി. അവിടെ ലൂക്കോസ് നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. എന്തുവാ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് തന്നെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ച വിവരം പറഞ്ഞു കേൾപ്പിച്ചു. അതിനൊരു സ്തോത്രം പറയണം. അതെങ്ങനെയായിരുന്നാലും ദൂതനെ അയച്ചാന്നേലും മാനുഷിക ദൂതന്മാരായിരുന്നാലും അവിടെയാണ് പറയുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു വാക്യമാണ്. കർത്താവ് തന്നെ എന്ത് ചെയ്തു? വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തന്നെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ച വിവരം പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ കർത്താവാണ് തന്നെ വിടുവിച്ചത്. പിന്നെ അവൻ പുറപ്പെട്ട്
വേറൊരു സ്ഥലത്തേക്ക് നോക്കുക, ഹെരോദാവിൻ്റെ കയ്യിലകപ്പെടാതെ വേറൊരു സ്ഥലത്തേക്ക് പോയി. അവിടെ നിന്നുകൊണ്ട് ഒരു കാര്യം പറയട്ടെ, ഈ പത്രോസിൻ്റെ ചരിത്രം, വിശദമായ ചരിത്രം ഈ 12-ാം അധ്യായത്തിൽ അവസാനിക്കുകയാണ്. അപ്പോൾ ക്രിസ്തീയ സഭയിൽ പല ചരിത്രങ്ങൾ, ഊഹാപോഹങ്ങളൊക്കെ ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായി. ഈ ആക്സ് ഓഫ് പീറ്റർ എന്ന് പറയുന്ന ഒരു അപ്പോക്രിഫൽ ബുക്കുണ്ട്, പത്രോസിൻ്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അതിനകത്ത് പത്രോസിൻ്റെ ജീവിത അവസാനത്തെക്കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്നത് ഈ പോക്ക് വേറൊരു സ്ഥലത്തേക്ക് പോയെന്ന് പറയുന്നു. ആ പോക്ക് അദ്ദേഹം അങ്ങ് റോമിൽ വരെ ചെന്നെന്നാണ് പറയുന്നത്. റോമിൽ ചെന്നു, അവിടെ ഒരു 25 വർഷം റോമൻ കത്തോലിക്ക സഭയുടെ ആദ്യത്തെ പോപ്പായിട്ട് ഇരുന്നെന്നാണ് അവരുടെ വാദം. ഈ പോക്ക് പോയതാണ്, ഈ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു പോയൊരു പോക്ക് റോമിൽ വരെ ചെന്നു. പക്ഷെ നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത് 13-ാം അധ്യായത്തിൽ വരുമ്പോൾ പിന്നെയും നമ്മൾ പത്രോസിനെ കാണുന്ന 1-2 ഇൻസിഡൻ്റ് ഉണ്ട്. അത് അന്ത്യോക്യയിൽ പത്രോസ് വീണ്ടും വന്നെന്ന് ഗലാത്യ ലേഖനത്തിലുണ്ട്. 15-ാം അധ്യായം 7-ാം വാക്യത്തിലും നമ്മൾ പത്രോസിനെ കുറിച്ചൊരു സൂചന കാണുന്നുണ്ട്. പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞത്, അത് യെരുശലേം കൗൺസിലിൽ നടക്കുന്ന 15-ാം അധ്യായത്തിലും പത്രോസിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഈ 2 വാക്യങ്ങളുടെ പിന്നെ നമ്മൾ കാണുന്നുള്ളൂ. ഗലാത്യ ലേഖനം 2:11 കേഫാവ് അന്ത്യോക്യയിൽ വന്നറിയുന്നു വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ഇൻസിഡൻറ്റ് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ റോമൻ കത്തോലിക്ക സഭ അത് അംഗീകരിക്കുന്നില്ല. അവരതിൻ്റെ സമയക്രമത്തെക്കുറിച്ച് വേറെ ചില കാര്യങ്ങളാണ് പറയുന്നത്. ഏതായാലും ഈ കാരാഗൃഹത്തിൽ നിന്ന് പുറപ്പെട്ട പത്രോസ് നേരെ റോമിലെത്തിയെന്നും റോമിൽ അദ്ദേഹം 10-25 വർഷം ആദ്യത്തെ പോപ്പായി ഇരുന്നു എന്നൊക്കെ അവരുടെ ആ പോപ്പിൻ്റെ ഇത് ഉറപ്പിക്കാനായിട്ട് അവർ വാദിക്കുന്നുണ്ട്. എനിവേ, ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, പത്രോസിനെ ദൈവം അത്ഭുതകരമായിട്ട് അവിടെ നിന്ന് വിടുവിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് അത് അവസാനിപ്പിക്കാൻ നമുക്ക് ആ ചിന്ത നോക്കുക. എന്താണ് ഇവിടെ ദൈവപ്രവൃത്തി നടന്നത്? ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, പത്രോസിന് മനസ്സിലായി കർത്താവ് തന്നെ വിടുവിച്ചു. ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ഒരു യാക്കോബിനെ മരണത്തിൽ ഏൽപ്പിച്ചതും ദൈവത്തിന്റെ പദ്ധതിയാണ്. യോഹന്നാൻ പിന്നീട് പത്മോസിലേക്ക് പോകുന്നത് ദൈവത്തിന്റെ പദ്ധതി. ഇവിടെ എന്നാൽ പത്രോസിനെ വീണ്ടും കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്നതിന് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. എന്നാൽ 19-ാം അധ്യായത്തിൽ നമുക്കറിയാൻ കഴിയുന്നത്, ഈ ഹെരോദാ രാജാവ് അവനെ അന്വേഷിച്ചിട്ട് കാണായികയാൽ, നോക്കുക, പത്രോസിനെ അന്വേഷിച്ച് ആളെ വിട്ടു കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ആളെ കാണാഞ്ഞുകൊണ്ട് അന്വേഷണമൊക്കെ നടത്തി. കാവൽക്കാരെ എന്ത് ചെയ്തു? വിസ്തരിച്ചു. ഇനി ഈ കാവൽക്കാർ വല്ലതും ആണോ ഇവനെ തുറന്നു? അതാ ഞാൻ മുമ്പേ പറഞ്ഞു, ഒരുപക്ഷെ കാവൽക്കാരുടെ മനസ്സ് മാറിയതാണോ? കാവൽക്കാരെ വിസ്തരിച്ചു, അവരെ കൊല്ലുവാൻ വിസ്തരിച്ചിട്ട് അവരെ കൊല്ലുവാൻ കൽപ്പിച്ചു. അതെന്തുകൊണ്ടാണ്? അന്നത്തെ നിയമം അങ്ങനെയാണ്. അതായത് ക്യാപിറ്റൽ പണിഷ്മെന്റിന് വേണ്ടി ഒരാളെ തടവിലാക്കിയാൽ ആ തടവുകാരൻ രക്ഷപ്പെട്ടാൽ ആ പണിഷ്മെന്റ് ആർക്കുള്ളതാണ്? അപ്പോസ്തല പ്രവൃത്തിയിൽ അതിന് 16-ാം അധ്യായത്തിൻ്റെ 27, 27, 42 അതിന് ഉദാഹരണം കാണുന്നുണ്ട്. ആ തടവിൽ കിടക്കുന്ന ആൾക്ക് എന്തു ശിക്ഷയാണോ ആ ശിക്ഷ അവർക്ക് കൊടുക്കണമെന്ന്. അതുകൊണ്ട് അവരെ എന്ത് ചെയ്തു? അവരെ കൊല്ലുവാൻ കൽപ്പിച്ചു. അവർക്ക് മരണശിക്ഷ ഏൽക്കേണ്ടി വന്നു. എന്നാൽ പിന്നെ അവൻ ആരാ? അവിടെ ആ പറഞ്ഞിരിക്കുന്ന അവനെന്ന് പറയുന്നത് ഹെരോദാ രാജാവിനെ കുറിച്ചാണ്. ഹെരോദാ രാജാവ് എവിടെ പോയി? യഹൂദ്യ വിട്ട് കൈസരിയ മറ്റൊരു പ്രൊവിൻസിൻ്റെ, റോമൻ പ്രൊവിൻസിൻ്റെ ക്യാപിറ്റലാണ്. ആ സ്ഥലത്തേക്ക് പോയി അവിടെ പാർത്തു. അവിടെ കുറച്ച് നാൾ ഇങ്ങനെ പാർത്തു. എത്ര നാൾ പാർത്തെന്ന് അവർ എഴുതിയിട്ടില്ല. എന്നാൽ 20-ാം വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ ഈ ഹെരോദാ രാജാവിൻ്റെ അന്ത്യത്തെക്കുറിച്ചുള്ളൊരു ഹിസ്റ്ററിയാണ്. ഒരു ദിവസം ഒരു സംഭവം, ഇതുമായിട്ടൊന്നും ബന്ധമില്ലെന്ന് നമുക്ക് തോന്നുമെങ്കിലും ലൂക്കോസ് ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട്. ഹെരോദാവ് ഇത് കഴിഞ്ഞ് അങ്ങ് പോയി. പത്രോസ് വിടുവിക്കപ്പെട്ടവനായിട്ട് പോയി. യാക്കോബിനെ ഹെരോദാവ് കൊന്നു. എന്നാൽ കൈസരിയിൽ പാർത്തിരിക്കുമ്പോൾ ഒരു ദിവസം ഫൊയ്നീഷ്യ എന്ന് പറയുന്ന, അതായത് പിന്നെയും യെരുശലേമിൻ്റെ നോർത്തേൺ സ്ഥലങ്ങളാണ് ഫൊയ്നീഷ്യൻ സ്ഥലങ്ങളിലെ 2 പ്രദേശത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. സീദോൻ എന്നും സോർ എന്ന് പറയുന്ന ദേശനിവാസികൾ ഈ ഗലീലിയ എന്ന് ഈ കൈസരിയുടെ അധികാരത്തിൻ്റെ കീഴിലുള്ളതാണ്. ഈ ഗലീലൻ ദേശങ്ങളിൽ നിന്ന് ഈ സീദോനിയർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതിയാണ്. എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്ന് ഉദ്ദേശിക്കുന്ന കോണ്, നമ്മുടെ ഈ കോണൊക്കെ ധാരാളം വിളയുമായിരുന്നു അവിടെ. അപ്പോൾ ഈ കോണൊക്കെ അങ്ങോട്ട് അവിടെ നിന്ന് ഈ ദേശക്കാർക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എന്നാൽ എന്തോ തടസ്സമുണ്ടായിട്ട് ഈ രാജാവുമായിട്ട്, അല്ലെങ്കിൽ ഹെരോദാ രാജാവുമായിട്ട് തർക്കമുണ്ടായി. ഈ സീദോന്യരും അല്ലെങ്കിൽ ഈ പറയുന്ന സോര്യരുമായിട്ടൊരു എന്തോ ഈ ഭക്ഷണ വിതരണത്തിലായിരിക്കാം എന്തോ പ്രശ്നമുണ്ടാകുന്നു. അപ്പോൾ ഈ ദേശക്കാർക്ക് വലിയ പ്രയാസമായി. അവർക്ക് വേണ്ട പോലെ ധാന്യങ്ങൾ കിട്ടാതെ വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു? ഹെരോദാവിനെ എങ്ങനെയെങ്കിലും ഒന്ന് പ്രീതിപ്പെടുത്തിയേ പറ്റൂ, അല്ലെങ്കിൽ ഈ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാക്കണം. അതിനവരെന്ത് ചെയ്തു? ബ്ലസ്തോസ് എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ബ്ലസ്തോസ് ആരാണെന്ന് അവിടെ പറയുന്നുണ്ട്. ദേശത്തിന് ആഹാരം കിട്ടി വരികയാൽ അവർ ഏകമനസ്സോടെ അവൻ്റെ അടുക്കൽ ചെന്ന് രാജാവിൻ്റെ പള്ളിയറക്കാരൻ സെർവൻ്റ് എന്നാണ് വേറൊരു ഇതിൽ കൂടെ, രാജാവിൻ്റെ ഒരു പ്രൈവറ്റ് സെർവൻ്റ് എന്ന് ഉദ്ദേശിച്ചോ എന്ന് പറയുന്ന ഒരു ബ്ലസ്തോസ് എന്ന് പറയുന്ന ഒരാളെ വശത്താക്കിയെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ. എന്ന് പറഞ്ഞാൽ വശത്താക്കിയെന്ന് പറഞ്ഞാൽ ഒരു നല്ല വാക്കല്ല, ഒരു പക്ഷേ ഇച്ചിരി കാശൊക്കെ കൊടുത്തായിരിക്കാം, ബ്രൈബറി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ ഈ രാജാവിനോട് പണങ്ങിയിരുന്നാൽ ഞങ്ങൾക്ക് കാര്യം സാധിക്കുന്നത്, ഞങ്ങൾ ഭക്ഷണം കിട്ടുന്നില്ല, അതുകൊണ്ട് ഒരു കാര്യം ചെയ്തൊരു ചരിത്ര സംഭവമാണ്.
അതുകൂടെ പരിശുദ്ധാത്മാവോട് എഴുതി വെച്ചിരിക്കുക. അത് നമുക്കൊരു ആത്മീയ സത്യം കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഇവർ തമ്മിലുള്ള സംഭാഷണം ബ്രസ്തോസ് സമ്മതിച്ച്, ഞാൻ രാജാവിൻ്റെ അടുക്ക് നിങ്ങളെ കൊണ്ടുവരാം, ഒരു ദിവസം നിങ്ങളെ കൊണ്ടുവന്ന് ഇത് പറയാനൊരു അവസരം ഞാൻ തരാം. കാശൊക്കെ മേടിച്ച് ഒരു ദിവസം അതിനുവേണ്ടി ഒരുക്കി ആ ദിവസത്തിൽ രാജാവിനെ കാണാനായിട്ട് ഇവർ വരികയാണ്. തങ്ങളുടെ അപേക്ഷ, ഈ ഭക്ഷണ വിതരണം മുടക്കരുത്, ഈ ഫുഡ് സപ്ലൈ മുടക്കാതെ ഞങ്ങൾക്ക് തരണമെന്ന് പറയാൻ വരികയാണ്. ആ വരുന്ന ദിവസം, ആ പർട്ടിക്കുലർ ഡേയിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? രാജാവ് വളരെ നല്ല വിശേഷ വസ്ത്രം ധരിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അവൻ രാജവസ്ത്രമൊക്കെ ധരിച്ച് നല്ല വേഷവിധാനത്തോടൊക്കെ ഇവരുമായിട്ട് സംഭാഷിക്കുന്ന വേളയിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിലിരുന്ന് അവരോട് പ്രസംഗിക്കുകയാണ്. ആ സന്ധി സംഭാഷണത്തിന് വന്നപ്പോൾ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അല്ലെങ്കിൽ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാജാവ് പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ ഈ ജനങ്ങളെല്ലാം അവർക്ക് ഇച്ചിരി വല്ലതും കിട്ടണമെന്ന് വിചാരിച്ചാണല്ലോ അവരീ പോകുന്നത്. അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ രാജാവിനെ പൂഴ്ത്തിയെങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്നറിയാം. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദം അത്രയെന്ന് ജനം ആർത്തു. എന്നാൽ ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിന്റെ ദൂതൻ, അവിടെ ഒരു ദൂതനെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു, അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. അപ്പോൾ ഒരു മരണത്തോടുകൂടി ആരംഭിക്കുന്ന അധ്യായം ഒരു മരണത്തോടുകൂടി അവസാനിക്കുകയാണ്. നമുക്കറിയാം ഇതിൻ്റെ ഇടയിൽ വലിയൊരു ദൈവപ്രവൃത്തി നടന്നിട്ടുണ്ടെന്നറിയാം. ഈ സംഭവത്തെക്കുറിച്ച് ഈ ഹെരോദാവ് അഗ്രിപ്പ 1 എന്നാണ് ഞാൻ പറഞ്ഞല്ലോ. ഹെരോദാവ് അഗ്രിപ്പ 1 മരണത്തെക്കുറിച്ച് നമുക്കല്ലാതുള്ള ഹിസ്റ്ററിയിൽ നിന്ന് വിവരണം ലഭ്യമാണ്. അതും ഇതും തമ്മിൽ വളരെ സാമ്യമുണ്ട്. ജോസിഫസ് എന്ന് പറയുന്ന യഹൂദന്മാരുടെ ഒരു ചരിത്രകാരനായിരുന്ന ജോസിഫസ് എഴുതിയ ചരിത്രത്തിൽ ഈ അഗ്രിപ്പാവിൻ്റെ ഈ സംഭവം എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ സംഭവം ഒന്ന് തന്നെയാണ്. അവിടെ ജോസിഫസ് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ കൈ ഈ രാജാവിൻ്റെ മേൽ വന്നെന്ന് പറയുന്നുണ്ട്, ചരിത്രകാരൻ പോലും പറയുന്നുണ്ട്. പക്ഷേ സംഭവം ഇങ്ങനെയാണ്. ഈ കൈസരിയിൽ ഒരു വലിയ ഉത്സവം നടന്നു. ഈ ഭക്ഷണകാര്യമൊന്നും അവിടെ പറയുന്നില്ല. പക്ഷേ കൈസരിയിൽ ഒരു വലിയ ഉത്സവം നടന്നപ്പോൾ ഈ രാജാവ് വിശേഷ വസ്ത്രമൊക്കെ ധരിച്ച് ഇങ്ങനെ ഇരുന്ന് പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ ദൈവത്തിൻ്റെ കൈ അദ്ദേഹത്തിന് വന്നു തന്നെയാണ് ജോസിഫസ് എഴുതിയത്. പക്ഷേ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഇങ്ങനെ പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വലിയ വയറുവേദന വന്നു. വയറുവേദന വന്നപ്പോൾ ആളുകളെല്ലാം അദ്ദേഹത്തെ താങ്ങി പിടിച്ചുകൊണ്ട് തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി 5 ദിവസം അദ്ദേഹം വേദന സഹിക്കാതെ അങ്ങനെ കിടന്ന് 5ാമത്തെ ദിവസം അദ്ദേഹം മരിച്ചെന്നാണ്. അപ്പോൾ സംഭവം ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കുക, കർത്താവിൻ്റെ ദൂതനുടനെ അവനെ അടിച്ചു. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു, ആ ദൂതനെന്ന് പറയുന്നത് ഒരു വയറ്റുവേദനയുടെ രൂപത്തിലായിരിക്കാം വന്നതില്ലേ? ഇത് രണ്ടുകൂടെ ചേർത്ത് വായിക്കുമോ? കർത്താവിൻ്റെ ദൂതൻ ഈ പത്രോസിന്റെ കാരാഗൃഹത്തിൽ ഇറങ്ങിയതുപോലെ വന്ന് കൈക്ക് പിടിച്ചു കൊണ്ടുപോയതുപോലെ ആയിരിക്കത്തില്ല. അതാ ഞാൻ പറഞ്ഞത്. അവിടെ ജോസിഫസിന്റെ ചരിത്രത്തിൽ ഒരു ചരിത്ര ഗ്രന്ഥമായിട്ട് ഇന്നും അത് നമുക്ക് ലഭ്യമാണ്. നിങ്ങൾ യൂട്യൂബിന് ഇതിനകത്ത് അടിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ അതിനകത്ത് ആ ചരിത്രം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം വയറുവേദന വന്നാണ് മരിച്ചത്. കർത്താവിൻ്റെ ദൂതനെ അവനെ അടിച്ചവൻ കൃമിക്കിരയായി. അപ്പം ഈ വയറുവേദന വന്നത് കൃമി നിമിത്തമാണെന്നുള്ളതിന് വേറൊരു സർജൻ അതിൻ്റെ ഒരു കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിസ്റ്റോളിലെ ഒരു സർജൻ അതിനെക്കുറിച്ച് ഒരു റിസർച്ച് നടത്തിയിട്ട് അദ്ദേഹം പറയുന്നത്, ഈ ഏഷ്യൻ വംശജരായ ആളുകൾക്ക് അന്ന് ഈ ഇൻഡസ്ട്രീനിൽ വേംസ്, നമുക്കറിയാം വിരയുടെ ശല്യം കൂടുതലായിരുന്നെന്നും അത് ചില സമയങ്ങളിൽ ബോൾ പോലെ ഉരുണ്ടുകൂടി ഇൻഡസ്റ്റൈനെ ബ്ലോക്ക് ചെയ്ത് മരണം ഒത്തിരി സംഭവിക്കുമായിരുന്നു എന്ന്. അപ്പോൾ നോക്കിയാൽ സയൻറ്റിഫിക്കായിട്ടും അത് ഒരു സർജൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയായിരിക്കാം ജോസിഫസ് മരിച്ചതെന്ന് പറയുന്നത്, നമ്മുടെ ഹെരോദാവ് മരിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പം ഒരു കാര്യം നമുക്ക് സംശയമില്ല, ദൈവത്തിൻ്റെ കൈ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. നോക്കിയ ദൈവമക്കളെ, ആ അധ്യായം ആരംഭിക്കുന്നത് യാക്കോബിൻ്റെ മരണത്തോടുകൂടെ. വളരെ നിരാശാജനകമായ യാക്കോബിൻ്റെ മരണം. പത്രോസ് കാരാഗൃഹത്തിൽ. ഹെരോദാവ് വളരെ ധീരനായി മുന്നോട്ട് പോകുന്നു. എന്നാൽ അത് അവസാനിക്കുന്ന നോക്കിയേ, ഹെരോദാവിൻ്റെ മരണം. പത്രോസ് സ്വതന്ത്രനാകുന്നു. 24-ാം വാക്യം നിങ്ങൾ വായിച്ചേ. എന്നാൽ ദൈവത്തിൻ്റെ വചനം മേൽക്കുമേൽ പരന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം എത്ര പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ നല്ലൊരു ഉദാഹരണം കൂടെ പരിശുദ്ധാത്മാവ് ലൂക്കോസിലൂടെ ഈ 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്.